ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ സീറ്റ് വിഭജനം പൂർത്തിയായി. RJD 26 ഇടങ്ങളിൽ മത്സരിക്കും. കോൺഗ്രസ് 9 സീറ്റുകളിലും ഇടതു പാർട്ടികൾ 5ഇടത്തും മത്സരിക്കും. അതേസമയം മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കടക്കം അതൃപ്തിയാണ്. ബീഹാറിലെ മഹാസഖ്യത്തിലെ സീറ്റ് വിഭജന തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യക്ക് ആശ്വാസമാണ്. സീറ്റ് വിഭജനത്തിൽ ബെഗുസരായ് സീറ്റ് CPIക്ക് നൽകുന്നതിന് ധാരണയായി. CPIയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ കനയ്കുമാറിനായി കോൺഗ്രസ് ബെഗുസരായ് സീറ്റിന് താൽപര്യം കാട്ടിയിരുന്നു. കോൺഗ്രസ് പപ്പു യാദവിനായി അവകാശവാദം ഉന്നയിച്ച പൂർണിയ സീറ്റ് കോൺഗ്രസിന് നൽകിയില്ല. പൂർണിയയിൽ RJD മത്സരിക്കും. പട്നയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രഖ്യാപനം നേതാക്കൾ നടത്തിയത്. അതേസമയം മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം 22 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് അറിയിച്ചു. കോൺഗ്രസ് 16 സീറ്റിലും ശരത് പവാർ പക്ഷ NCP 10 സീറ്റിലും മത്സരിച്ചേക്കും. എന്നാൽ ഉദ്ധവ് താക്കറെയുടെ അവകാശവാദങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. മഹാരാഷ്ട്രയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ RPI അത്വാല വിഭാഗവും അതൃപ്തിയിലാണ്. ഉത്തർപ്രദേശിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ മുതിർന്ന നേതാക്കൾ നിലപാട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.